നമ്മുടെയൊക്കെ മക്കള് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആഴ്ചകളും മാസങ്ങളും ഒക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാം, അല്ലെ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ നമ്മളോടൊപ്പം ചേരുന്നതിന് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ 2003 നാഷണൽ പ്രസിഡന്റ്, കഴിഞ്ഞ 32 വർഷമായി 30-ലധികം രാജ്യങ്ങളിൽ 4000-ലധികം ട്രെയിനിങ് സെഷനുകൾ നടത്തി അതോടൊപ്പം കേരള ഹൈക്കോടതി അഭിഭാഷകനായ ഇന്റർനാഷണൽ ട്രെയിനർ JCI സെനറ്റർ അഡ്വക്കേറ്റ് AV വാമൻകുമാർ സാറിന് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം JCI സോൺ വൈസ് പ്രസിഡന്റ് JC ദിലീപ് സർ, വെൽമൻ CEO JC സൈഫുദ്ദീൻ സർ, JCI പഴശ്ശി പ്രസിഡന്റ് JC ലിബിൻ കെ ഗോപാൽ, all Wellman team members, JCI Palashi team members, all parents and children. എല്ലാവർക്കും ഇന്നത്തെ ഒരു നല്ല മോർണിംഗിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഓവർ ടു JCI ZVP JFM ദിലീപ് സർ. Thank you, madam. Good morning all. JCI പഴശ്ശിയും ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത് നമ്മുടെ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ വിവിധങ്ങളായിട്ടുള്ള സ്ട്രെസ്, ആൻസൈറ്റി അങ്ങനെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അവരുടെ നോൺ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. അത് താങ്ക്സ് ടു ഗോഡ് ഫസ്റ്റ് ഓഫ് ഓൾ. നമുക്ക് ഏറ്റവും പ്രശസ്ത നമ്മുടെ ഇന്റർനാഷണൽ ട്രെയിനർ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ഇനോഗ്രേഷൻ സെഷനിൽ തന്നെ കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. നമ്മുടേത് മാത്രമല്ല, നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ മക്കളുടെ ഓരോരുത്തരുടെയും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇത്. സോ ഈസ് എ veteran, a versatile genius. Maybe in some words are not enough. If you are searching Oxford Dictionary, sometimes the word will not be enough to address him. Thank you, sir. First of all, thank you so much for your presence. Thank you. Thank you, Zone Vice President Dilip, for inviting me to this program. സന്തോഷമുണ്ട്. സ്കൂളുകളിൽ പോയിട്ടുന്ന ഇത്തരം പരിപാടികളൊന്നും അടുത്ത കാലത്തൊന്നും എടുക്കാറുമില്ല, സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പം സോ താങ്ക് യു വെരി മച്ച് ദിലീപ്, സോൺ വൈസ് പ്രസിഡന്റ്, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ വീണ്ടും പറയുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ നമസ്കാരം, നമ്മളെ പ്രസിഡന്റ് അന്ന് രജനി എന്ന് പറഞ്ഞു ഇനി ഭയങ്കരമായ സ്ട്രെസ്സിന്റെ നാളുകളെ വരാൻ പോകുന്നു. അപ്പം നമ്മൾ തന്നെ തീരുമാനിച്ചത് വലിയ സ്ട്രെസ്സാണ്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്ട്രെസ്സിന്റെ റീസൺ പാരൻസാണ്, വേറെ ആരുമല്ല. അവരാണ് ഈ സ്ട്രെസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് മുഖ്യ കാരണക്കാരെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ലെറ്റ് ദം എൻജോയ് ദീസ്. അത് പരീക്ഷ എന്തിനാ എക്സാം നടന്നത്? ഞാൻ കുട്ടികളോട് ഒന്നുകൂടെ പറയാം, പരീക്ഷ നിങ്ങളെ അളക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ പഠിച്ചു എന്ന് അളക്കാൻ വേണ്ടിയിട്ടില്ല. നിങ്ങൾ മാഷന്മാർ നിങ്ങളെ മര്യാദക്ക് പഠിപ്പിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ടീച്ചേഴ്സ് നിങ്ങൾ മര്യാദക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? എത്രമാത്രം ഗംഭീരമായിട്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കേണ്ടത്, അവർക്ക് ഇതിന്റെ കേപ്പബിലിറ്റി അങ്ങനെ എടുത്തു നിങ്ങൾക്ക് പരീക്ഷയെ. അതല്ലേ പരീക്ഷയുടെ ഒരു ആവശ്യം. പിന്നെ അടുത്ത ഗ്രേഡിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ ഒരു മിനിമം ഒരു നോളജെല്ലാം കിട്ടണ്ടേ, എന്നാലല്ലേ അടുത്ത ഗ്രേഡിലേക്ക് പോകാൻ പറ്റൂ. +1 പോകുമ്പോൾ കുറച്ചുകൂടെ സബ്ജക്റ്റിൽ മാറൂലേ. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ എങ്ങനെ എൻജോയ് ചെയ്തങ്ങ് പോകണം. വേറെ അതിലൊന്നും അങ്ങനെ നമ്മളൊരു ടെൻഷൻ അടിച്ചൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സ്ട്രെസ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടമാനം സ്ട്രെസ്സിലേക്കൊന്നും ചിന്തിക്കണ്ട. പരീക്ഷ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പേടിയെല്ലാം ഉണ്ടാവും, അത് നമുക്ക് മാനേജ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഞാൻ ഇതിൽ ചാറ്റ് എനേബിൾ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കുട്ടികളോട് ഒരു നിങ്ങൾ പിന്നെ സൈഫുദ്ദീൻ ദിലീപ് മാഷ് കൂടെ ഒന്ന് ഹോസ്റ്റ് ആയിക്കോളൂ. കാരണം എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചാറ്റ് വായിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ചിത്രം കാണിക്കാം. എനിക്ക് കുട്ടികളോട് നിങ്ങൾ ഈ ചിത്രം കാണുന്ന ആളാരെന്ന് അറിയുമെങ്കിൽ, ഇഫ് യു നോ ഹൂ ഈസ് ദിസ് ജെന്റിൽമാൻ, ഒന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ദിലീപെ ഒന്ന് വായിച്ചാൽ മതി. ആരെങ്കിലും ഒരാൾ, ദിലീപോ സൈഫുദ്ദീൻ ആരെങ്കിലും ഒരാൾ വായിച്ചാൽ മതി. കാരണം നമ്മൾ പറയലല്ല, നിങ്ങൾ എഴുതണം ഇയാളെ അറിയുമെങ്കിൽ. ഓക്കെ, ജസ്റ്റ് അറിയുന്ന ആൾ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് വെറുതെ ഇരിക്കുന്നത് എഴുതണവർ ധൈര്യത്തിൽ എഴുതിക്കോ, സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട, അടിച്ച് ടൈപ്പ് ചെയ്തോ. ഓക്കെ, ഇയാൾ ആരാന്ന് അറിയുമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്താട്ടെ ചാറ്റ് ബോക്സിൽ. ദിലീപ് ഒന്ന് ചാറ്റ് ബോക്സ് നോക്കണേ, അവരാരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ, ആൻസർ ടൈപ്പ് ചെയ്യുന്നുണ്ടോ നോക്കണേ. ഉണ്ടെങ്കിൽ ദിലീപ് അത് വന്നിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കുകയും ചെയ്യണം. ഞാൻ നോക്കാൻ എനിക്ക് വേണമെങ്കിൽ ഐ ക്യാൻ ഓൾസോ റീഡ്. പിന്നെ സമയം എടുക്കണല്ലോ. ചെസ് കിങ്, സജന, മുസ്തഫ, ഗുഗേഷ്, പാരൻസിനോട് പറയാണ് കുട്ടികൾക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തേക്കല്ലേ പ്ലീസ്.
ഓക്കെ. ഗുഗേഷ്, രശ്മി, ഗുഗേഷ്, ഓക്കെ. ആദിഷ് കൃഷ്ണ, ഗുഗേഷ്, ഓക്കെ. അർഷീന, രശ്മി, ഗുഗേഷ്, ഓക്കെ. രശ്മി, ഗുഗേഷ്, അതർവ്, ഓക്കെ. ഓ, ലോഡ് ഓഫ് ആൻസേഴ്സ് ആർ കമ്മിങ്, വണ്ടർഫുൾ. അങ്ങനെയാണ് മക്കളെ. ഒന്നുകൂടെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഗുഗേഷ് ദോമരാജുവിന്റെ വയസ്സ് എത്രയൊന്ന് ടൈപ്പ് ചെയ്താട്ടെ. അയാളെ വയസ്സൊന്ന് ടൈപ്പ് ചെയ്യും. ഗുഗേഷിന് എത്ര വയസ്സ് അറിയുന്നവർ ടൈപ്പ് ചെയ്തോ. 23, 18, 24. ഷോൺ പറഞ്ഞ് 24, ചിന്മയ പറഞ്ഞ് 18, ഇഷ അസീൻ 18, ഇന്ദു കമൽ 22, അഥർവ 18, ഹാഷിർ കെ 20. ഓക്കെ, 30 ആരും പറഞ്ഞില്ലല്ലോ. ഇല്ല, ഭാഗ്യം. അർഷീന 23, ഇന്ദു കമൽ 22. ഓക്കെ, വണ്ടർഫുൾ, വെരി ഗുഡ്. ഏതായാലും എനിക്ക് മെജോറിറ്റിയുടെ ആൾക്കാരുടെ ഉത്തരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഐ എം റിയലി ഹാപ്പി. യെസ്, 2006 ഗുഗേഷ് ദോമരാജു ജനിച്ചത്. അദ്ദേഹത്തിന് 18 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ 18 വയസ്സാണല്ലോ, അതാണല്ലോ ഇതിൻ്റെ ഹൈലൈറ്റ്. 18ാമത്തെ വയസ്സിൽ വേൾഡ് ലോക ചാമ്പ്യനായി എന്നുള്ളതാണല്ലോ ഗുഗേഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ഞാൻ ഒരു ചിത്രം കൂടെ കാണിക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് പിന്നെ പറയാൻ പറ്റുമോ, ഈ ആളെ പറയാൻ പറ്റുമോ എന്നൊന്ന് നോക്കണേ. ഐ വിൽ ഷോ യു വൺ മോർ പിക്ചർ. പറ്റുമെങ്കിൽ ഇതാരാന്ന് ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എനി ഐഡിയ ഈ മനുഷ്യൻ ആരാണ്, ഈ കുട്ടി ആരാണെന്നുള്ളത് ആർക്കെങ്കിലും? ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ പക്ഷിപാതത്തിലെ കുട്ടികൾ, ഇവൻ വളരെ അടുത്ത കാലത്ത് ഒരു സിനിമയിലൂടെ ഫേമസ് ആയിട്ടുണ്ട്. അഭിനയിക്കാതെയാണ് ഒരു സിനിമയിലൂടെ പ്രശസ്തനായിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ആയിട്ടുണ്ടോ? ആരെയും കാണുന്ന കുട്ടി എനി ഐഡിയ? പേര് പറയാൻ പറ്റുമോ? ഞാൻ വീണ്ടും പറയാം, വളരെ പ്രശസ്തനായിട്ടുണ്ട് ഒരു സിനിമയിലൂടെ, അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയിലൂടെ. അഭിനയിച്ചിട്ടല്ല, വീണ്ടും പറയുന്നു, അഭിനയിച്ചിട്ടല്ല. അതിൻ്റെ സാങ്കേതിക ജോലിയിൽ ഏർപ്പെട്ടതുകൊണ്ടാണ്. ആരെങ്കിലും ഉണ്ടോ? എനി ബോയ് ഓർ ഗേൾ? അറിയില്ല. ഓ, അറിയില്ല എന്നാണല്ലേ. ഓക്കെ, ഹാഷിർ കെ അറിയില്ല എന്നാണ്. അറിയില്ല, സാറില്ല മോനെ, അന്ന് സ്പെല്ലിംഗിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, നോ പ്രോബ്ലം. ആഹാ, റോസ്, ദാറ്റ് ഇസ് വണ്ടർഫുൾ. ഇവർക്ക് എല്ലാ ടെക്നോളജിയും ഉണ്ടാവും. കാരണം ഇപ്പോൾ ഈ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അപ്പം കിട്ടും പേര്. അതിൽ ഇവർ വിട്ടുക്കാൻ പറയാം. പക്ഷെ അങ്ങനെയല്ല തോന്നുന്നു. റോസ് പറഞ്ഞ കുട്ടി അങ്ങനെയല്ല. അവൾ മനസ്സിലാക്കിയിട്ട് തന്നെ ആണാണോ പെണ്ണാണോ എനിക്കറിയില്ല. സോറി അങ്കിൾ, വെറും തെറ്റാണ്, ക്ഷമിക്കണം. പിന്നെ ഏതായാലും റോസ് എന്ന് പറഞ്ഞ കുട്ടിയാണ് കറക്റ്റായിട്ട് ചെയ്തത്. വണ്ടർഫുൾ. കൊടുക്കാം ആ കുട്ടിക്ക് ഒരു നല്ല കയ്യടി. ഓക്കെ, റൈറ്റ്. ഈ കുട്ടി, ഈ മനുഷ്യൻ്റെ, ഈ ചെറുപ്പക്കാരൻ്റെ പേരാണ് ലിഡിയൻ നാദസ്വരം. ആരാണ് ലിഡിയൻ നാദസ്വരം? മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയുടെ സംഗീത സംവിധായകൻ. എത്രാമത്തെ വയസ്സ്? എത്ര വയസ്സ്? 19 വയസ്സ്. 19 വയസ്സിലെ ചെന്നൈക്കാരനായ ലിഡിയൻ നാദസ്വരം മോഹൻലാലിൻ്റെ ഒരു ചിൽഡ്രൻ ഫാന്റസി സിനിമയായ ബറോസ് എന്ന സിനിമയുടെ മ്യൂസിക്കൽ കമ്പോസിഷൻ നടത്തിയിരിക്കുന്നു, സംഗീത സംവിധാനം നടത്തിയിരിക്കുന്നു. ഇവൻ പ്രശസ്തനായത് എങ്ങനെയാണെന്നറിയോ? ഈ കക്ഷി ഇവന്റെ 14ാമത്തെ വയസ്സിൽ 2019 കോവിഡ് തൊട്ട് മുമ്പേ അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ലോക പ്രശസ്തമായ ഒരു റിയാലിറ്റി ഷോ ഉണ്ട്. ആ റിയാലിറ്റി ഷോയുടെ പേര് ദ വേൾഡ്സ് ബെസ്റ്റ് എന്നാണ്. വേൾഡ്സ് ബെസ്റ്റ് റിയാലിറ്റി ഷോയാണ്. ആൾക്കാർ വന്ന് അവരുടെ കഴിവുകൾ, ടാലന്റ് പ്രകടിപ്പിക്കുന്ന, ഇപ്പം നമ്മൾ ഇവിടുത്തെ പാട്ടുപാടൽ മാത്രമൊന്നുമല്ല, ടാലന്റ് പ്രകടിപ്പിക്കുന്ന, ആർട്ടിസ്റ്റിക് ടാലന്റ് പ്രകടിപ്പിക്കുന്ന ഒരു ഷോയാണ് വേൾഡ്സ് ബെസ്റ്റ്. ആ 2019 വേൾഡ്സ് ബെസ്റ്റ് എന്ന അമേരിക്കയിൽ നടന്ന റിയാലിറ്റി ഷോയിലെ വിന്നറാണ്. എത്ര കാശ് കിട്ടിയെന്നറിയോ? എത്ര പൈസ കിട്ടിയെന്നറിയോ? $1 million. $1 million, 10 ലക്ഷം, അതായത് 85 ലക്ഷം ഇന്ത്യൻ രൂപ. $1 million. എന്തെങ്കിലും ചെയ്തെന്നറിയോ? അവന്റെ ഫൈനൽ ഐറ്റത്തിൽ 2 കൈ കൊണ്ട് ഒരേ സമയത്ത് 2 പിയാനോ വായിച്ചു. 2 കൈ കൊണ്ട്, വലത് കൈ കൊണ്ട് ഇടത് കൊണ്ട്, 2 പാട്ടാണ്, ഒറ്റ പാട്ടല്ല. ഒരേ സമയത്ത് 2 കൈ കൊണ്ട് പിയാനോയിൽ 2 പാട്ട്, ലോക പ്രശസ്തമായ ബാക്കിന്റെ സംഗീതമൊക്കെയാണ് വായിച്ചത്. എല്ലാണ്ട് നിസാരമായ പാട്ടല്ല, കാക്കേ കൂടെ വിടുന്നല്ല, വളരെ പ്രശസ്തമായ പാട്ടാണ് വായിക്കുന്നത് ഒരേ സമയത്ത്. അങ്ങനെയാണ് ലോക പ്രശസ്തനായത്. അന്നാണ് മോഹൻലാൽ തീരുമാനിച്ചത്, കുട്ടികളുടെ സിനിമയല്ലേ, ഈ കുട്ടിയാവട്ടെ എൻ്റെ സിനിമയുടെ സംഗീത സംവിധായകൻ. അങ്കിൾ ഈ 2 പേരെ കാണിക്കാൻ കാരണം ഇവരെല്ലാം അവർ ഏറ്റെടുത്ത കാര്യങ്ങളിൽ ഭയങ്കര പാഷൻ ഉണ്ടായതുകൊണ്ടാണ്. ഗുഗേഷും പഠിക്കുന്നില്ലുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്. ലിഡിയനും പഠിക്കുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്. അവർ സ്കൂളിൽ പോകുന്നപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പാഷനും ഉണ്ട്. അവർക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച്, ഗുഗേഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോക ചാമ്പ്യനായി കഴിഞ്ഞ ഉടനെ അയാൾ എന്താ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ചെസ്സിന്റെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വേൾഡ് ചാമ്പ്യനാണ് ഗുഗേഷ് ദോമരാജു. എന്താ അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ഈ കളി ജയിച്ച് മറ്റേയാൾ കൈ കൊടുത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ ഇയാൾ ആ 64 കളങ്ങളിലും ചെസ്സിന്റെ കരുക്കളെടുത്ത് നേരെ നീറ്റായിട്ട് വെച്ചു. കംപ്ലീറ്റ്. എന്തൊരു റെസ്പെക്റ്റ് ആയിരുന്നു കളിക്കുന്ന കളിയോട്. എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം തൊഴുതു, ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ തൊഴുതു ചെസ് ബോർഡിനെ. എന്നിട്ട് ദൈവത്തിനെ തൊഴുതു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി.
ഇതെന്താ കാണിക്കുന്നത് മക്കളെ? നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ആ കാര്യത്തിനോട് 100% നമ്മൾക്ക് ഒരു അഭിനിവേശം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും. അതാണ് ഗുകേഷും 2 ഇന്ത്യക്കാരായ ചെറിയ കുട്ടികൾ നമ്മളെ തെളിയിക്കുന്നത്. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഈ പരീക്ഷയോട് ഒരു അഭിനിവേശം ഉണ്ടാവണം. നിങ്ങളൊരു ബാധ്യതയായിട്ട് കാണരുത്, ഇതൊരു അഭിനിവേശം ഉണ്ടാവണം. മർലിൻ മൺട്രോ പറഞ്ഞ ഒറ്റ കാര്യം ഓർമ്മിക്കട്ടെ, ദ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്, യുവർ മൈൻഡ് ഈസ്. ആകാശവും നല്ല അതിർത്തി. നമ്മളിപ്പോൾ പറയും ആകാശം മുട്ടുമ്പോൾ വളരാം, സ്കൈ ഈസ് ദ ലിമിറ്റ്. എല്ലാ ട്രെയിനേഴ്സും പറയും, ഭയങ്കര ഘോരം പറയും, സ്കൈ ഈസ് ദ ലിമിറ്റ്, ഗ്രോ അപ്പ് എന്ന് പറയും. സ്കൈ ഈസ് ഒന്നുമല്ല, സ്കൈ എന്നല്ല ലിമിറ്റ് തീരുമാനിക്കുന്നത്. നമ്മളെ ലിമിറ്റ് തീരുമാനിക്കുന്നത് നമ്മളെ മനസ്സാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷയെ മനസ്സുകൊണ്ട് സ്വീകരിക്കുക. ഇത് എനിക്ക് അടുത്ത തലത്തിലേക്ക് പോകാനുള്ള ഒരു ചെറിയ ഒരു പരിശോധന മാത്രമാണ്. എൻ്റെ സ്കൂളിനും എൻ്റെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ എത്ര നന്നായി പഠിപ്പിച്ച എൻ്റെ സ്കൂളിൻ്റെ നിലവാരത്തിനൊക്കെ അറിയാനുള്ള ഒരു മാധ്യമം കൂടിയാണ് പരീക്ഷ. അതുകൊണ്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഈ പരീക്ഷയെ സ്ട്രെസ്സായിട്ട് കണ്ടാൽ എൻ്റെ പെർഫോമൻസ് മോശമാവും. ഞാൻ എന്തിനാണ് എൻ്റെ പെർഫോമൻസ് മോശമാക്കുന്നത്? എനിക്ക് എവിടെ വേണം, എൻ്റെ മനസ്സാണ് പ്രശ്നം. കൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ പരീക്ഷയെ സ്നേഹിക്കാൻ തുടങ്ങി. ഇന്ന് മുതൽ ആരെന്ത് പറയും പേടിയുണ്ടാവും. മാത്തമാറ്റിക്സോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫിസിക്സ് ബുദ്ധിമുട്ടൊക്കെ, പക്ഷെ അത് ഫോൾ ഇൻ റൊമാൻസ് വിത്ത് യുവർ എക്സാം. പരീക്ഷയായിട്ട് പ്രണയിക്കുക, പരീക്ഷയെ പ്രണയിക്കുക. എളുപ്പമല്ലേ പരീക്ഷയെ പ്രണയിക്കാൻ? സാരമില്ല, പാടാ പരീക്ഷ, നമുക്ക് പോവാം, നമുക്ക് അടിച്ചു പൊളിക്കാം, പോയി എന്താ ഒരു കിട്ടി പോയാൽ പോയി ഇതിലൊരു അപ്രോച്ച് ഉണ്ടാവുക. പക്ഷെ അതോടൊപ്പം അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഗുകേഷും ലിഡിയനൊക്കെ ചെയ്ത പോലെ അതിനുവേണ്ടി സമർപ്പിതമായി വർക്ക് ചെയ്യുക. വർക്ക് ചെയ്ത് നിങ്ങൾ മാക്സിമം ചെയ്യും. ഓക്കെ, അങ്കിൾ ഒന്ന് പറഞ്ഞത് ഹൗ ഡു എക്സാംസ് അഫക്ട്, നിങ്ങൾക്കൊന്ന് ഇത് എങ്ങനെ ഈ പരീക്ഷ നമ്മളെങ്ങനെ ബാധിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറില്ലേ? നിങ്ങൾക്ക് ഈ പരീക്ഷ സ്ട്രെസ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചെറിയ ചില ഘടകങ്ങളുണ്ട്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ചില സിംറ്റംസ് ഉണ്ട് പരീക്ഷ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് പറയുന്നത്. ഒന്നാമത്തെ സിംറ്റം, നിങ്ങൾക്ക് വല്ലാതെ ടയർഡ്നെസ്, ഇത്രയും കാലം ഇല്ലാത്ത വളരെ ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടോ? ക്ഷീണം തോന്നുന്നത് നിങ്ങൾക്ക് ചെറിയ എക്സാം സ്ട്രെസ് വരാൻ തുടങ്ങിയിട്ടെന്ന് അർത്ഥം. അത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്താൽ മതി. 2, നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കുന്നുണ്ടോ? ഇൻസോംനിയ. നന്നായിട്ട് ഉറങ്ങുന്ന ഒരാളായിരുന്നു, രാത്രി 11 മണിക്കോ 10 മണിക്കോ വായിച്ച് കിടന്നിട്ട് രാവിലെ 6 മണി വരെ അല്ലെങ്കിൽ 5 മണി വരെ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഉറക്കം വരുന്നേ ഇല്ല. ഉറക്കം വരാതിരിക്കുന്ന അമ്മയോടോ അച്ഛനോടോ പറയണം, അത് പരീക്ഷയുടെ ചെറിയ സ്ട്രെസ്സിന്റെ ലക്ഷണമാണ്. കഫ് ആൻഡ് കോൾഡ്, ഇതുവരെ ഇല്ലാത്ത മാതിരി പെട്ടെന്ന് ജലദോഷം, പെട്ടെന്ന് ചുമ. ഈ പൊടുന്ന കാലാവസ്ഥ ഒന്നും മാറിയിട്ടില്ല, നിങ്ങൾ മഞ്ഞത്ത് പോയിട്ടില്ല, നിങ്ങൾ വേറൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ കുളിക്കുന്ന ശീലം മാറ്റിയിട്ടില്ല, പിന്നെ ഇങ്ങനെ കഫ് ആൻഡ് കോൾഡ് വരുന്നത് ഈ ചുമയും ജലദോഷവും പരീക്ഷ നിങ്ങളെ ചെറുങ്ങനെ സ്ട്രെസ്സിലേക്ക് നയിക്കുന്നതിൻ്റെ വേറൊരു സിംറ്റമാണ്. മറ്റൊന്ന് ഇറിറ്റബിലിറ്റി, ദേഷ്യം എല്ലാവരോടും. അമ്മ എന്തെങ്കിലും ഇപ്പം ചൂടാവും, വീട്ടിൽ നിന്ന് അങ്ങനെ ചൂടാവുന്ന കുട്ടിയൊന്നല്ലേ, തൊട്ടേനും വെച്ചല്ലേ, അനിയനും അനിയത്തിയോ വന്ന അപ്പാടെ അടി, മുണ്ടെണക്കട പോണാലും മറ്റേ ഭയങ്കര കച്ചറയാക്കും. അപ്പം മറ്റുള്ളവരോട് സം സോർട്ട് ഓഫ് എൻ ഇറിറ്റബിലിറ്റി, മറ്റുള്ളവരോട് നമുക്കൊരു അസ്വസ്ഥ, ഒരു ചൊറിച്ചൽ, അതാണ് ശരിയായ വാക്ക്. ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരോട് ഉടക്കുന്ന സ്വഭാവം, നിങ്ങൾക്ക് അങ്ങനെ സ്വഭാവം അടുത്ത് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പരീക്ഷയുടെ സ്ട്രെസ് നിങ്ങളെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി എയ്ക്സ് ആൻഡ് പെയിൻസ് ഓൾ ഓവർ ദ ബോഡി, ശരീരം മൊത്തം വേദന. നിങ്ങൾ കാലുവേദന, മുട്ടുവേദന, കൈവേദന, തലവേദന, ഒന്നും പറയേണ്ട, ആടിയിടലെല്ലാം വേദന തന്നെ. എന്നിട്ട് ഇങ്ങനെ ആടിയിടലും വേദനിക്കുന്നത്, ആ വേദനകൾ പരീക്ഷ സ്ട്രെസ്സിന്റെ ഒരു സിംറ്റമാണ്. ഒക്കേഷണൽ ഫീവർ, ഇടക്കപ്പെങ്കിലും പനി, സ്ഥിരമായിട്ടല്ല, 2 ദിവസം പനിക്കും, കുറച്ച് വീണ്ടും ഒരു ചെറിയ പനി, ഒക്കേഷണൽ ഫീവർ. പിന്നെ മെമ്മറി ലാപ്സ്, എല്ലാം ഇന്നലെ പഠിച്ചാൽ രാവിലെ എണീക്കുമ്പോഴേക്ക് ഒന്നും ഓർമ്മയില്ല. എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ രാവിലെ എണീച്ച് ഓർമ്മയില്ല. ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഉണ്ടാവുന്നത്. ഒരു സംശയം വേണ്ട, കൃത്യമായിട്ട് തലേദിവസമോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ പഠിച്ചു വെച്ചത് ഇപ്പോൾ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയെക്കുറിച്ച് കണ്ടമാനം ബേജാറാവുന്നുണ്ട്, ആവശ്യമില്ലാതെ സ്ട്രെസ് ആവുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, എന്താ ചെയ്യുക? 5A ഉണ്ട് പരീക്ഷയെ നമുക്ക് മാനേജ് ചെയ്യാൻ. വേറെ ഒന്നുമില്ല, കൺട്രോളിങ് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ 5A ഉള്ളൂ. ഒന്ന്, ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് ആദ്യം സമ്മതിക്കുക, അക്നോളജ് ചെയ്യുക. എനിക്ക് പരീക്ഷ നേരിടാൻ കുറച്ച് സ്ട്രെസ് ഉണ്ട്, അതിലൊരു വിരോധമില്ല. അമ്മയോടോ അച്ഛനോടോ ആരോ നിങ്ങൾ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വീട്ടിൽ പറയുക, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പരീക്ഷയെ കുറിച്ച് സ്ട്രെസ് ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്തെല്ലാവർക്കും ഇതുണ്ടാവും. അത് അങ്കിളിനും ഉണ്ടാവും, എനിക്കും ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, ദിലീപ് മാഷ് ഉണ്ടായിട്ടുണ്ടാവും, സേഫിനും ഉണ്ടായിട്ടുണ്ടാവും, ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ടാവും. ഇത് പുതിയതായിട്ടുണ്ടാവുന്ന കാര്യമൊന്നുമല്ല. അത് അംഗീകരിക്കുക, അതിനെ സമ്മതിച്ചു കൊടുക്കുക, അക്നോളജ് ചെയ്യുക. യെസ്, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ചെറിയ രീതിയിൽ മാനസിക സംഘർഷം ഉണ്ടാവും. 1. 2, അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. അതാണ് വേണ്ടത്. ഇത് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. എന്തായത്, ഒരു അഡ്രിനാലിൻ എന്ന് പറയുന്ന നമ്മളൊരു ഹോർമോൺ കൂടുതലായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആൻസൈറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉദാഹരണത്തിന് ഒരു വലിയ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ക്രിക്കറ്റർ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നു, അയാൾക്ക് അവസാനത്തെ ബോളിൽ നിന്ന് 4 റൺസ് ജയിക്കാൻ വേണം. ആ 4 റൺസ് ജയിച്ചാൽ അയാൾ കളി ജയിക്കും.
ആ 4 റൺസ് അടിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ ഉള്ളിൽ ഒരു അഡ്രിനാലിൻ പമ്പിങ് ഉണ്ടാവും, ഉറപ്പാണ്. ആ പമ്പിങ്ങിൽ അയാൾ ആ പമ്പിങ് കൊണ്ട് അയാൾ വരുന്ന വരട്ട് 2 കളിപ്പിച്ച് ഒരൊറ്റ അടിയായിരിക്കും, ചിലപ്പോൾ അത് 6ലേക്ക് പോകും. അയാളെ ആ പെർഫോമൻസ് സഹായിക്കുന്ന ഉള്ളിലുണ്ടാകുന്ന അഡ്രിനാലിൻ പമ്പിങ് ആണ്. അതുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യും, അതൊന്നും പേടിക്കല്ല വേണ്ടത്, അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് നല്ലതാണ്, പോസിറ്റീവായ എനർജിയാണ്, നെഗറ്റീവിലേക്ക് പോകാൻ പാടില്ല. കണ്ടമാനം ആലോചിച്ച് പോയാൽ നെഗറ്റീവായിട്ട് മാറും, അതിനെ പോസിറ്റീവായിട്ട് കാണുക. അലീവിയേറ്റിംഗ്, അതിനെ കുറക്കാൻ ശ്രമിക്കുക. ഈ സ്ട്രെസ്സിനെ അലീവിയേഷൻ എന്ന് പറഞ്ഞാൽ കുറക്കൽ എന്നാണ്, നിർമാർജനം എന്നാണ് മലയാളത്തിൽ. സ്ലോലി ട്രൈ ടു വൈപ്പ് ഇറ്റ് ഓഫ്. മെല്ലെ അതിനെ കുറക്കാൻ ശ്രമിക്കുക. ഓൾട്ടറിങ്, ഭയങ്കര സ്ട്രെസ് വരുന്നു, വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ആകെ പ്രശ്നം. എന്ത് ചെയ്യണം? എഴുന്നേക്കണം. എഴുന്നേറ്റ് എന്ത് ചെയ്യണം? റൂമിൽ ഒരു പാട്ട് പാടണം. പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? പാടണം. പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ടോ? അമ്മയോടോ അച്ഛനോടോ മൊബൈൽ വാങ്ങിയിട്ട് നല്ലൊരു പാട്ട് കേൾക്കണം. ഓക്കെ. ഡാൻസിൽ താല്പര്യമുണ്ടോ? ഒരു 4 സ്റ്റെപ്പ് ഡാൻസ് കളിക്കണം. ഗാർഡനിങ് താല്പര്യമുണ്ടോ? മെല്ലെ പുറത്തൊക്കെ ചെടികളുടെ കൂടെ നടന്നാലും നോക്കി അതിന് ഒരു 2 വാട്ട വെള്ളം എടുത്തിട്ട് ഓരോ ചെടിക്ക് വെച്ച് തിരിച്ചു വരണം. ഓൾട്ടർ ചെയ്യും. നമ്മൾ ആ പരീക്ഷ പഠിക്കാനുള്ള നിങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടാകുമ്പോൾ അതെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ആ സ്ട്രെസ്സിനെ ഓൾട്ടർ ചെയ്ത് മാറ്റിയെടുക്കാം, വേറെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് കുറച്ചു നേരം മാത്രം. അതുകൊണ്ട് നിങ്ങൾ പറയേണ്ട അതാ വാമനുകുമാർ അങ്കിളും എൻ്റെ പറഞ്ഞ് പിന്നെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എല്ലാം പാട്ട് പാടാന്ന്. അതുകൊണ്ട് ഇനി ഓരോ 5 മിനിറ്റിൽ പോയിട്ട് പാട്ട് കേൾക്കാനല്ല പറയുന്നത്. സ്ട്രെസ് വല്ലാണ്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ചെയ്യുക. അവോയ്ഡിങ്, സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ പരമാവധി അവോയ്ഡ് ചെയ്യുക. ഒന്ന്, അത് ജങ്ക് ഫുഡ്, പരീക്ഷയുടെ തലേദിവസം ആവശ്യമില്ലാത്ത വലിച്ചു കയറ്റരുത്. ചില രക്ഷിതാക്കൾക്ക് ഒരു നിർബന്ധമുണ്ട്, നല്ലോണം ഭക്ഷണം കഴിച്ചാലേ കുഞ്ഞിക്ക് പഠിക്കാൻ കഴിയൂ. അപ്പം മോളെ ഈ ചിക്കൻ തിന്ന്, ഇതാ ബീഫ് 1 കിലോ എല്ലാം അങ്ങനെ ഉണ്ടാക്കി കുഞ്ഞിനെ മുമ്പിൽ വെച്ച് കൊടുക്കും, മട്ടൺ ബീഫല്ല. ഈ കുഞ്ഞുങ്ങൾ തലേദിവസം ഈ ബീഫും മട്ടണും മുട്ടയിൽ നിന്നിട്ടാണ് വ്യത്യാസം പരീക്ഷ എളുപ്പത്. ഏടെ രക്ഷപ്പെടൽ. അതുകൊണ്ട് അങ്ങനെയല്ല, അവോയ്ഡ് ചെയ്യുക. നമ്മൾ ജങ്ക് ഫുഡ്, അനാവശ്യമായ ടൂ മച്ച് ഓഫ് ഫുഡ് കഴിക്കുന്നത്, അങ്ങനെയുള്ള കുടിക്കാത്ത സാധനങ്ങൾ കുടിക്കുക. കുറേ 4-5 ഗ്ലാസ് ഗ്ലൂക്കോസും ഹോർലിക്സും കൊടുത്താലൊന്നും കുട്ടികളുടെ സ്ട്രെസ്സൊന്നും കുറയില്ല. അത് രക്ഷിതാക്കൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അത്തരം കാര്യങ്ങൾ. ഇതാണ് 5. അക്നോളജ് ചെയ്യുക, ഇതുണ്ടെന്ന് ആദ്യം അംഗീകരിക്കുക. അപ്രീഷിയേറ്റ് ചെയ്ത് പോസിറ്റീവാണെന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അതിനെ അനുമോദിക്കാൻ ശ്രമിക്കുക, അതിനെ കുറക്കാൻ ശ്രമിക്കുക, അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക, അതിനെ ഓൾട്ടർ ചെയ്യുക. സ്ട്രെസ്സിനെ വേറൊരു രംഗത്തേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ലേണിംഗ് ഫോർമുല എന്നിട്ട് ഞങ്ങൾ പണ്ട് മുതലേ ട്രെയിനേഴ്സ് പറഞ്ഞൊരു ചെറിയ കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ ഇന്നത്തെ സബ്ജക്റ്റ്, ഏതാ സബ്ജക്റ്റ്, എന്തൊക്കെയാണ് സബ്ജക്റ്റിലെ ടോട്ടൽ ഉള്ളത്, എത്ര അധ്യായമാണ് ഉള്ളത്, എത്ര ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഒരു സർവേ, പഠിക്കുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഒരു നമ്മൾ സർവേ നടത്തുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സർവേ നിങ്ങൾ നടത്തുക. അതിനെക്കുറിച്ച് ഒരു മൊത്തത്തിലുള്ളൊരു അവലോകനം നടത്തണം. പരീക്ഷ നാളെ ഇപ്പോൾ കെമിസ്ട്രി പരീക്ഷയാണെങ്കിൽ കെമിസ്ട്രി പരീക്ഷ പ്രിപ്പയർ ചെയ്യുമ്പോൾ ടോട്ടൽ കെമിസ്ട്രിയിൽ എത്ര ചാപ്റ്റർ ഉണ്ട്, എന്തൊക്കെയാണ് ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്റർ എങ്ങനെ, അവസാനത്തെ ചാപ്റ്റർ എങ്ങനെ, അങ്ങനെ ഓവറോൾ കെമിസ്ട്രിയെ കുറിച്ച് ഒരു സർവേ നടത്തണം. 2, ഇപ്പം ഇതിലൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ലേബർ ഇന്ത്യ തരുന്ന ചോദ്യം മാത്രം വായിക്കലല്ല പരീക്ഷ എഴുതൽ. നിങ്ങൾ ഒരു അധ്യായത്തിന്റെ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് വല്ല ചോദ്യം വരാൻ സാധ്യതയുണ്ടോ? ചോദ്യം ഉണ്ടാക്കി പഠിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കുക. അടുത്തത് റീഡ്. ഒന്നും വേണ്ട, വളരെ മനസ്സിരുത്തി വായിക്കുക. അപ്പോൾ ഇതിലൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണ്, മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ എന്താണെന്ന് ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. 2ാമത്. 3ാമത്, മനസ്സിരുത്തി അതിനെ വായിക്കുക. ഇതിനെ വിളിക്കുന്നത് SQ-RRR മെത്തേഡ് എന്നാണ്. ഇത് സാധാരണ പരീക്ഷയെക്കുറിച്ച് പറയുന്ന എല്ലാ ട്രെയിനേഴ്സും പറയുന്ന കാര്യമാണ്. ഇത് ഞാനായിട്ട് പുതിയതായിട്ട് പറഞ്ഞൊരു കാര്യമൊന്നുമല്ല. SQ-RRR മെത്തേഡ് എന്ന് പറയും. പരീക്ഷ നന്നായി നേരിടാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ്. റീഡ്. പിന്നെ റീസ്റ്റേറ്റ്. എന്താ റീസ്റ്റേറ്റ്? ഒരു പാഠം വായിച്ചു, അത് അടച്ചു വെച്ചിട്ട് നിങ്ങൾ തന്നെ പഠിച്ചത് ഓർമ്മയിൽ നിന്ന് പറയണം. പുസ്തകം നോക്കി പറയാനല്ല, പുസ്തകം നോക്കാതെ പറയണം. ഒരു അധ്യായം വായിച്ചാൽ, ഒരു ചാപ്റ്റർ വായിച്ചാൽ ആ ചാപ്റ്ററിന്റെ പുസ്തകം അടച്ചു വെച്ചിട്ട് നിങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കി എന്തൊക്കെയാണോ അതെന്താ സംഭവം, അത് നമ്മളെ മനസ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നതാണ്. നമ്മൾ ഒന്നുകൂടെ പറയുമ്പോൾ മനസ്സിലേക്ക് നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റീസ്റ്റേറ്റ് ചെയ്യണം. പിന്നെന്താണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ, 21 ദിവസം കഴിയുമ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ 21 ദിവസത്തെ മാജിക്, 21 ഡേയ്സ് മാജിക്, 21 ഡേയ്സ് ഇടയ്ക്ക് റിവൈസ് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയാം, പരീക്ഷയുടെ അടുത്തുള്ള നാളുകളിൽ ആദ്യം തൊട്ട് പഠിക്കാൻ സമയമില്ല, റിവിഷന് മാത്രമേ സമയമുള്ളൂ. ആ റിവിഷൻ പ്രോപ്പറായിട്ട് നടക്കും. അപ്പോൾ ഇതൊന്നും നോക്കിക്കോ. ഈ SQ-RRR എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് ലേണിങ്ങിൻ്റെ ഏറ്റവും നല്ല ഫോർമുല. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, എന്താ ചെയ്യേണ്ടത്? The 6 stages of studying. പരീക്ഷയ്ക്ക് പഠിക്കുന്നതിൻ്റെ ഒരു 6 ഘട്ടങ്ങൾ. ഒന്ന്, പ്രയോറിറ്റൈസേഷൻ പ്ലാൻ. ഏത് സബ്ജക്റ്റാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത്? ഞാൻ രാവിലെ, നിങ്ങൾക്കൊരു നല്ല മൂഡുള്ള സമയം ഉണ്ടാവും, ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ മനസ്സിലാവുന്ന സമയം. ആ സമയത്ത് ഏത് സബ്ജക്റ്റ് പഠിക്കണം? ഏറ്റവും വിഷമമുള്ള സബ്ജക്റ്റ് പഠിക്കണം.
ടഫ് സബ്ജക്റ്റ് പഠിക്കും. അപ്പോൾ പഠിക്കുന്ന ഏത് 5, 6, 7, 8 സബ്ജക്റ്റ് ഉണ്ടാവും. അത് ഏത് എപ്പോൾ പഠിക്കണം, പ്രയോറിറ്റൈസ് ചെയ്യുക, പ്ലാൻ ചെയ്യുക. റീഡ് ആൻഡ് റിലേറ്റ്. വായിച്ചിട്ട് കിട്ടിയതിനെ നമ്മളെ ജീവിതമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. വായിച്ചിട്ട് കിട്ടിയതിനെ നമ്മളെ ലൈഫുമായിട്ടോ നമ്മൾ മറ്റെന്തെങ്കിലുമായിട്ട് അതാണ്. ഇപ്പോൾ ഞാൻ ദിലീപിന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഞങ്ങളൊരു പാസ്റ്റ് സോൺ പേഴ്സൺ ദിലീപ് ഉണ്ട്. ഞാൻ ഇമ്മീഡിയറ്റ്ലി ഈ ദിലീപിനെ കാണുമ്പോൾ എനിക്ക് പഴയ ദിലീപിന് ഓർമ്മ വരും. അതുകൊണ്ട് മാത്രം, അല്ലാണ്ട് എനിക്ക് ഇദ്ദേഹത്തുമായിട്ട് വലിയൊരു ഇന്ററാക്ഷനോ കണക്ഷനോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പം ഞാൻ റിലേറ്റ് ചെയ്യാണ് ഈ ദിലീപ് പറഞ്ഞാൽ ആ ദിലീപാണ്. അപ്പം ഞാൻ അങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. അപ്പം നിങ്ങൾ പഠിക്കുന്നതിന് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അണ്ടർസ്റ്റാൻഡ് ആൻഡ് അണ്ടർലൈൻ. മനസ്സിലാക്കുക. വെറുതെ വായിച്ച് ചുമ്മാ ബൈഹാർട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാക്കി പഠിക്കുക, അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. എഴുതുമ്പോഴും വായിക്കുമ്പോഴും കൃത്യമായ പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്താൽ പരീക്ഷാ ഹാളിൽ പോയാൽ നമ്മളെ മനസ്സും നിങ്ങൾ വായിക്കുന്ന മുറിയും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടാവും. പഠിക്കാനിരിക്കുന്ന പഠനമുറിയും നിങ്ങളുടെ പരീക്ഷാ ഹാളും തമ്മിൽ ഭയങ്കര ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്. ഏത് പേജിൽ ഇടത്ത് ഭാഗത്ത് ഞാൻ ഇങ്ങനെ മാർജിനിൽ എഴുതി പോലും ഓർമ്മയുണ്ടാവും, കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. ഞാൻ വലത് ഭാഗത്ത് പച്ച മഷി കൊണ്ടാണ് അതിൻ്റെ അടിയിൽ വരച്ചിന് ഓർമ്മയുണ്ടാവും. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുന്നത് ഒരു ഉഗ്രം മെത്തേഡാണ്. അങ്ങനെ ശ്രമിക്കുക. സമ്മറൈസ് വിത്ത് ഷോർട്ട് നോട്ട്സ്. ചെറിയത്, വലിയ നോട്ടല്ല, ഒരു വലിയ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ ചുരുക്കം ഒരു കുഞ്ഞു നോട്ടായിട്ട് എഴുതുക. ക്യൂ കാർഡുകൾ എടുത്ത്, ബുക്കുകൾ എടുത്തിട്ടോ അല്ലെങ്കിൽ കാർഡുകൾ എടുത്തിട്ടോ ഈ മൊത്തം ചാപ്റ്ററിൽ നിന്ന് എന്താ പഠിച്ചത് അത് ഷോർട്ട് നോട്ടായിട്ട് എഴുതുക. ഈ പറയുന്ന 6 വളരെ സിമ്പിൾ ടെക്നിക്കാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിനെ കുറിച്ച് പേടിയുള്ളത് കുറയും. റൈറ്റ് ആൻഡ് കറക്റ്റ് എഴുതുക. എന്നിട്ട് രണ്ടാമത് എഴുതുക. എഴുതിയിട്ട് വീണ്ടും നിങ്ങൾ പുസ്തകം എടുക്കുക. എഴുതിയത് ശരിയാണോ നോക്കുക. തെറ്റാണെങ്കിൽ അത് വീണ്ടും കറക്റ്റ് ചെയ്ത് എഴുതുക. അപ്പൊ റൈറ്റ് ആൻഡ് കറക്റ്റ് അതൊരു വളരെ നല്ല മെത്തേഡാണ്. എഴുതുക, കറക്റ്റ് ചെയ്യുക, എഴുതുക, കറക്റ്റ് ചെയ്യുക. ഓക്കെ. ഡിസ്കസ് ആൻഡ് ഡിസ്പെൽ. അതായത് കൊള്ളാവുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി നല്ലതാണ്. വെറുതെ ഗ്രൂപ്പ് സ്റ്റഡി പോയിട്ട് പയമീൻ നുണയും പറഞ്ഞ സമയം കളയാനല്ല. അല്ലാണ്ട് മര്യാദക്ക് നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റുമോ എങ്കിൽ ടീം സ്റ്റഡി എപ്പോഴും നല്ല കാര്യം. പരീക്ഷയുടെ ദിവസം പോയിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് ഡിസ്കഷൻ ആക്കല്ലേ, അത് എല്ലാത്ത ഇടങ്ങേറുണ്ടാക്കും. അതല്ല, പരീക്ഷയ്ക്കും പോകണമെങ്കിൽ നല്ല രീതിയിൽ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് സ്റ്റഡി നടത്താം. ഒരു തെറ്റുമില്ല. ഗ്രൂപ്പ് സ്റ്റഡി ചില കുട്ടികളെ വല്ലാണ്ട് സഹായിക്കും. പക്ഷെ ഒറ്റ കാര്യം, മറ്റേ കുഞ്ഞ് നല്ലോണം പഠിച്ചു, നിങ്ങൾ പഠിച്ചില്ലാണ്ട് ബേജാറാവരുത്. ഓളെല്ലാം പഠിച്ചു, എനിക്കൊന്നും കിട്ടുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. മനസ്സ് തുറന്ന് സഹായിക്കുന്നതിൽ ഡിസ്കസ് ആൻഡ് ഡിസ്പെൽ അങ്ങ് ഒഴിവാക്കിയേക്കുക. ഡിസ്കസ് ചെയ്യുക, പരീക്ഷ താൽമുൻ പഠിക്കുക, പിന്നെ അങ്ങ് വിട്ടേക്കുക. ദീസ് ആർ ദ 6 സ്റ്റേജസ്. ഓക്കെ. ഈ സ്റ്റേജിൽ വേണം പഠനം നടക്കാൻ. നൗ നമുക്ക് ഒരു 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. ഒന്ന്, എക്സാം ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പരീക്ഷ ആയ ദിവസം ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് സമയത്ത് എഴുന്നേക്കണം. അത് അലാം വെച്ച് കിടക്കണം. അമ്മ വന്നിട്ട് 4ഓട്ടോ 5ഓട്ടോ ഉരുട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് കേൾക്കാൻ പാടില്ല. പരീക്ഷയ്ക്ക് ദിവസം രാവിലെ 6 മണിക്കാണ് എഴുന്നേക്കണമെങ്കിൽ 6 മണിക്ക് എഴുന്നേക്കണം. ഓക്കെ. സാധാരണ സ്കൂൾ ബസ്സിലാണ് പോകുന്നെങ്കിൽ പേടിക്കാനില്ല. ലൈൻ ബസ്സിലാണ് പോകുന്നെങ്കിൽ സാധാരണ വിളിക്കുന്ന ലൈൻ ബസ്സിന് തൊട്ട് മുമ്പത്തെ ബസ് ശ്രമിക്കണം. ലൈൻ ബസ് സാധാരണ 8 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന ലൈൻ ബസ് ആണെങ്കിൽ അന്ന് 8 മണിക്കത്തെ ബസ് ശ്രമിച്ചാൽ പോരാ. 7:45 ബസ്സിന് 7:45 ബസ് ശ്രമിക്കണം. കാരണം 8 മണിക്കത്തെ ബസ് ഇല്ലെങ്കിൽ ഫുൾ ചൊറയായി, പിന്നെ ആകെ ബേജാറായി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എപ്പോഴും ഗെറ്റ് അപ്പ് ഓൺ ടൈം, കൃത്യസമയത്ത് എഴുന്നേക്കണം. റിലാക്സ് ആൻഡ് പ്രേ. രാവിലെ എഴുന്നേറ്റ് റിലാക്സ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഏത് മതത്തിൽപ്പെട്ടാലും ഏത് ദൈവമാണോ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാതെ ഒരു പരിപാടി തുടങ്ങണ്ട. തീർച്ചയായിട്ടും ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഡോണ്ട് ട്രൈ ടു റീഡ് ഓൾ ദ ടെസ്റ്റ്. പരീക്ഷ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഫുൾ ബുക്ക് വായിക്കാൻ ശ്രമിക്കരുത്. ഒരു കാരണവശാലും പുസ്തകം എടുക്കരുത് പുറത്തേക്ക്. വലിയ ബുക്ക് എടുക്കേ വേണ്ട. അന്ന് രാവിലെ പഠിക്കേണ്ടല്ലോ, പരീക്ഷ അന്നല്ലേ, അന്ന് രാവിലെ പഠിക്കേണ്ട അല്ല. പിന്നെന്ത് ചെയ്യണം? ഷോർട്ട് നോട്ട്സ് എഴുതി വെച്ചത് വെറുതെ ഒന്ന് കണ്ണോടിക്കുക. ചെറിയ ഷോർട്ട് നോട്ട് എഴുതിയിട്ടുണ്ടാവില്ലേ, അതിലൊന്ന് കണ്ണോടിക്കുക. ടേക്ക് ദ നെസസറി മെറ്റീരിയൽസ്. എല്ലാം എടുത്തോ. ഹാൾ ടിക്കറ്റ് പ്രധാനമായിട്ടും. പരീക്ഷാ ഹാളിലേക്ക് പോകേണ്ട എല്ലാ മെറ്റീരിയൽസും, സ്കെയിൽ എടുത്തോ, ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്തോ, അതെടുത്തോ. പേനയുണ്ടോ, മഷി ഉണ്ടോ, പേനയിൽ മഷി പേനയാണെങ്കിൽ മഷി ഉണ്ടോ, പെൻസിൽ എടുത്തോ, ഇറേസർ എടുത്തോ, അതുപോലെ തന്നെ പിന്നെ ഷാർപ്പണർ എടുത്തോ. എന്തെല്ലാം എടുക്കണം അതെല്ലാം എടുത്തു വെക്കണം. ഓക്കെ. മറന്നുപോറ്. അത് ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ടില്ലെങ്കിൽ ആകെപ്പാടെ നിങ്ങൾ കച്ചറയാവും. എല്ലാം എടുത്തു വെക്കണം. രക്ഷിതാക്കൾക്ക് സഹായിക്കാവുന്ന ഒരു ഏരിയ ഇതാണ്. അതെല്ലാം അവരെ എടുത്തു വെച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് സഹായിക്കലേ അമ്മയുടെ അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ്. വെറുതെ കുഞ്ഞുങ്ങളെ ബാഗിൽ പോയിട്ട് ചീത്ത പറഞ്ഞിട്ട് മാത്രം കാര്യമൊന്നുമില്ല. റീച്ച് സ്കൂൾ 20 minutes ബിഫോർ. പരീക്ഷയുടെ 20 മിനിറ്റ് എങ്കിലും മുമ്പെങ്കിലും സ്കൂളിലെത്തണം. 5 മിനിറ്റ് മുമ്പെന്നാവല്ലേ ചാടി കയറി പാഞ്ഞു പഠിച്ച് പോയ എല്ലാം കച്ചറയാവും. ഒരു 20 മിനിറ്റ് മുമ്പ് എത്തുക. നോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഒരു കാരണവശാലും സ്കൂളിൽ എത്തിയപ്പാട് എന്ത് ചോദ്യം വരും, നിന്റെ അഭിപ്രായം എന്ത്, നിന്റെ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ നടത്താൻ പാടില്ല. ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് ക്ലാസ് മുറിയിൽ കയറിയിട്ട് അന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യ പേപ്പറിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനും രാവിലെ നടത്താൻ പാടില്ല. ഒന്നും ചെയ്യേണ്ട. സമാധാനമായിട്ട് ഇരിക്കുക. പറഞ്ഞ പോലെ ഹാളിൽ കയറി കഴിഞ്ഞാൽ വളരെ സമാധാനം എടുക്കുക. മനസ്സിൽ ദൈവത്തെ പ്രാർത്ഥിക്കുക. ഞാൻ ആവുന്ന പോലെ എഴുതും, അത്രയേ ഉള്ളൂ, എൻ്റെ കഴിവ് ഞാൻ എടുക്കും, അങ്ങനെ ചിന്തിക്കുക. ഇതാണ് പരീക്ഷാ ദിവസം ശ്രദ്ധിക്കേണ്ടത്. 2, ഇൻ ദ എക്സാം റൂം.
ക്ലാസ്സിൽ എക്സാം റൂമിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എൻ്റർ ക്ലാസ് അറ്റ് ദ ബെല്ലടിക്കുമ്പോൾ കൃത്യമായിട്ട് കയറുക. ലേറ്റ് എവിടെയെങ്കിലും പോയിട്ട് മരത്തിൻ്റെ കീഴിൽ നിന്നിട്ട് മറ്റു പിള്ളേരോട് ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ് കയറാൻ ലേറ്റ് ആവരുത്. ബെല്ലടിക്കുമ്പോൾ കൃത്യമായിട്ട് ക്ലാസ് കയറുക. ഡോൺ ലുക്ക് അറ്റ് അതേഴ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. ഞാൻ സീരിയസ് ആയിട്ടാണ് അങ്കിൾ പറയാണ്, ആവശ്യമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നിങ്ങൾ നേരെ കയറുക. നിങ്ങൾ അപ്പുറത്തെ കുഞ്ഞ് ഇപ്പുറത്തെ കുഞ്ഞ് നോക്കിയേ വേണ്ട. അവര് ഭയങ്കര എനർജറ്റിക് ആണ്. നിങ്ങൾ എൻ്റെ ഓക്ക് ഭയങ്കര ധൈര്യമുണ്ട്, എൻ്റെ കാര്യം പോക്ക. ആവശ്യമില്ലാത്ത ഇത്തരം ചിന്ത വരും. ആരും നോക്കണ്ട. റീഡ് ദ ക്വസ്റ്റ്യൻ പേപ്പർ കോൺഫിഡൻ്റ്ലി. വളരെ ആത്മവിശ്വാസത്തോടു കൂടി ചോദ്യ പേപ്പർ വായിക്കണം. ധൈര്യത്തിൽ. ഇനി മാറ്റാനൊന്നും പറ്റൂലല്ലോ. നമുക്ക് ചോദ്യ പേപ്പർ മാറ്റാൻ പറ്റുമോ? വന്നത് കോൺഫിഡൻ്റ് ആയിട്ട് വായിക്കുക. കംപ്ലീറ്റ് ദ ഫേസിംഗ് ഷീറ്റ്. പരീക്ഷയുടെ ആദ്യത്തെ ഒരു ഷീറ്റ് ഉണ്ടാവും, അത് മര്യാദക്ക് എഴുതുക. ടെൻഷനൊന്നും അടിക്കേണ്ട. സമയമെടുത്ത് വളരെ നീറ്റായിട്ട് ആ ഫേസിംഗ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ആൻസർ ഇൻ ഓർഡർ. ആ ഓർഡറിൽ തന്നെ ആൻസർ ചെയ്ത് പോവുക. ഓക്കെ, ഇനിയിപ്പോൾ നല്ല ഉത്തരം ആദ്യം കിട്ടിയ ഓർഡർ മാറ്റാമെങ്കിൽ മാറ്റിക്കോളൂ. പക്ഷേ ആ ഓർഡർ അനുസരിച്ച് ഇല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടു പോകേണ്ട പറഞ്ഞത്. പുട്ട് പേജ് നമ്പർ. എഴുതുന്നതിന് പേജ് നമ്പർ ഇടേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങനെ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ പേജ് നമ്പർ ഇടുന്നത് ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. കംപ്ലീറ്റ് ബിഫോർ 10 minutes. അങ്കിള് പറയുന്നതാണ് 10 മിനിറ്റ് മുമ്പേ നിങ്ങൾ എല്ലാ ഉത്തരവും എഴുതി കഴിയണം. എന്തിനത്? ആ 10 മിനിറ്റ് ഒന്നുകൂടെ കണ്ണോടിക്കണം. അത് ലാസ്റ്റിലൊന്ന് കണ്ണോടിക്കാനാണ്. ഏതെങ്കിലും മെയിൻ പോയിന്റ് വിട്ടിട്ടുണ്ടോ, ഏതെങ്കിലും തെറ്റുണ്ടോ ഒന്ന് കണ്ണോടിക്കാനാണ്. അപ്പോൾ പരീക്ഷ പിന്നെ എത്ര സമയമാണോ ആ സമയത്തിൻ്റെ 10 മിനിറ്റ് മുമ്പേ തീർക്കണം. അല്ലാണ്ട് ആ സമയമാകുമ്പോൾ ബെല്ലടിക്കും പാഞ്ഞ് തീർക്കുന്ന പരിപാടി ആവാൻ പാടില്ല. അത് പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്തത് ഔട്ട് ഓഫ് ദ ഹോൾ. പരീക്ഷ കഴിഞ്ഞ് ഹോളിന് പുറത്ത് വന്നാലോ, ഡോണ്ട് ഡിസ്കസ് ടു മച്ച്. ഒരു കാരണവശാലും കണ്ടമാനം ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഫ്രണ്ട്സിനോടും കുട്ടികളോടും നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നേ, എടാ നീ എന്താക്കി, നിനക്ക് എടാ മൂന്നാമത്തെ ചോദ്യം തെറ്റിപ്പോയിടാ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ആവശ്യമില്ലാണ്ട് ഡിസ്കസ് ചെയ്യണ്ട. എന്തിന്? അത് പോയില്ലേ, പരീക്ഷ കഴിഞ്ഞില്ലേ. ഇനി ആവശ്യമില്ലാണ്ട് ഡിസ്കസ്. നല്ലോണം പഠിക്കുന്ന ചെക്കനോടൊക്കെ പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് കാര്യം? വെറുതെ നമ്മൾ ടെൻഷൻ ആക്കേണ്ട കാര്യമുണ്ടോ? മിണ്ടണ്ട. എങ്ങനെയുണ്ട്? മോശമൊന്നുമില്ല. കുറച്ചെല്ലാം എഴുതിയിട്ടുണ്ട്, കുറച്ച് തെറ്റുമായിരിക്കും, സാരില്ലടാ, ബാ പോവാ, അങ്ങനെ പോവുക. ലീവ് ദ സബ്ജക്ട് വെൻ യു ലീവ് ദ സ്കൂൾ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം തന്നെ അന്നത്തെ പരീക്ഷയുടെ സബ്ജക്റ്റിനെയും വിട്ടേക്കണം. ഇന്ന് കെമിസ്ട്രി പരീക്ഷയാണ്, അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കുന്ന പ്രശ്നേ ഇല്ല. നാളെ ഫിസിക്സ്, ഇനി നാളത്തെ ഫിസിക്സിനെ കുറിച്ച് ആലോചിക്കാം. സ്കൂളിൽ നിന്ന് നിങ്ങൾ വിടുമ്പോൾ നിങ്ങൾ അന്ന് എഴുതിയ പരീക്ഷയുടെ സബ്ജക്റ്റ് നിങ്ങൾ വിട്ടിരിക്കണം. അത് പിന്നെ ആലോചിക്കാൻ പാടില്ല. ടേക്ക് റെസ്റ്റ് വെൻ യു റീച്ച് ഹോം. വീട്ടിലെത്തിയ പാട് ലേശം റെസ്റ്റ് എടുക്കുക. പോത്തിനെ പോലെ ഉറങ്ങാനല്ല, ലേശം റെസ്റ്റ് എടുക്കുക. കുറച്ച് ഒരു റെസ്റ്റ് എടുക്കുക. ആൻഡ് ദെൻ ലേൺ കോൺഫിഡൻ്റ്ലി. വന്ന് കഴിച്ച് കുറച്ച് റെസ്റ്റിലെടുത്ത് അമ്മയുടെ അടുക്ക പോയി ഒന്ന് കെട്ടിപ്പിടിച്ച്, അച്ഛൻ്റെ അടുക്ക പോയി ഒന്ന് കെട്ടിപ്പിടിച്ച്, അവരെ വീട്ടിലുണ്ടെങ്കിൽ അവരെല്ലാം ഒന്ന് ഹഗ് ചെയ്ത് ഒരു കിസ്സെല്ലാം കൊടുത്ത് അച്ഛനമ്മേനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെല്ലാം കൊടുത്ത് മെല്ലെ റൂമിൽ പോവുക. പോയിട്ട് മെല്ലെ കോൺഫിഡൻ്റ് ആയിട്ട് വായിക്കാൻ തുടങ്ങാം. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പരീക്ഷാ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് ഹാളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷ കഴിഞ്ഞ ഹാളിൽ എന്ത് ചെയ്യണം, ആ SQ-RRR എന്ന ടെക്നിക്ക് ഓർമ്മിക്കുക. 5 സ്റ്റേജസ് ആയിട്ടാണ് ലേണിംഗ് ഉണ്ടാവുക. പിന്നെ പരീക്ഷയുടെ സ്ട്രെസ്സിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ പേടിക്കരുത്, മനസ്സിൽ വെക്കരുത്. അത് പറയാൻ വേണ്ടി വേണം, അതിനുള്ള ഒരു ധാരണ ഉണ്ടാവണം. നിങ്ങൾ എല്ലാവരും കേട്ടത് എന്ന കാര്യമായിരിക്കാം, ഞാനായിട്ട് പ്രത്യേകിച്ച് പറയുന്നില്ല. മെനി ഓഫ് യു, അതായത് പണ്ട് നെപ്പോളിയൻ ബോണോപാർട്ടിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു അനാഥനായി ജനിച്ച ഒരാളായിരുന്നു. അയാൾ സ്കൂളിൽ വരുമ്പോൾ ഒരു കൈനോട്ടക്കാരൻ്റെ അടുക്ക് പോയ ഒരു കഥ പണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കൈനോട്ടക്കാരനോട് കൈ കാണിച്ചിട്ട് നെപ്പോളിയൻ ബോണോപാർട്ടി ചോദിച്ചാലും എനിക്ക് ലോകം അറിയപ്പെടുന്ന മഹാനായി മാറണം, എൻ്റെ കയ്യിൽ അതിനുള്ള രേഖയുണ്ടോ എന്ന് നോക്കിയിട്ട് പറ, അങ്കിളെ എൻ്റെ കയ്യിൽ ലോകം അറിയപ്പെടുന്ന മഹാനാവുണ്ട്, രേഖയുണ്ടോ എന്ന്. അപ്പോൾ കൈനോട്ടക്കാരനല്ലേ, അയാളെ വലിയ ഭൂത കണ്ണാടി എടുത്തിട്ട് മാഗ്നിഫൈങ് ലെൻസ് എടുത്തിട്ട് ഇവൻ്റെ വലത്തെ കൈ മുഴുവൻ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഇല്ല മോനെ, സോറി, നിൻ്റെ കയ്യിൽ ലോകം അറിയപ്പെടുന്ന മഹാനാവില്ല, രേഖയൊന്നുമില്ല, അതാവൂല പറഞ്ഞു. അപ്പോൾ അയാൾ ചെയ്തത്, അയാളെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ കോമ്പസ് എടുത്തിട്ട് അയാളെ വലത് കൈയുടെ ചൂണ്ടുവിരലിൻ്റെ അറ്റം മുതൽ താഴേക്ക് സ്വന്തം കൈ കീറി പോലും, സ്വന്തം കൈ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കുത്തി കീറി. അപ്പൊ ആ കീറിയ പിന്നെ ചാലിലൂടെ അതിന്റെ ആ മുറിവിലൂടെ ചോര ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. എന്നിട്ട് അത് കാണിച്ചിട്ട് അയാൾ ചോദിച്ചോലും, ഈ വരെ മതിയാവൂന്ന്, ഈ വരെ മതിയാവൂ എനിക്ക് മഹാനാവെന്നല്ലേ. അപ്പോൾ കൈനോട്ടക്കാരൻ പറഞ്ഞു, എനിക്ക് വരേ വേണ്ട, നീ ആയിട്ടുണ്ടാവുന്നുള്ളൂ. അതായത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് വേറെ ആരുമല്ല. നമുക്ക് ഈ പരീക്ഷയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത മാർക്ക് വാങ്ങാൻ പറ്റുമോ? ഞാൻ വീണ്ടും പറയാണ്, അനാവശ്യമായ സ്ട്രെസ് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രയാസം ഉണ്ടാവുക. ആ സ്ട്രെസ്സിലേക്ക് പോവാതെ സിമ്പിളായിട്ട് കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടിയാണ് JCI പഴശ്ശി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ വരാൻ പറ്റിയില്ലെങ്കിൽ വളരെ സന്തോഷം. JCI അങ്ങനെ ഒരു ഓർഗനൈസേഷനാണ്. ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ ഇങ്ങൊന്നും ആരും പറഞ്ഞു തരാനുണ്ടായിട്ടില്ല. ഞാൻ LLBയുടെ 24 പരീക്ഷ ചെയ്ത ഒരാളാണ്. എല്ലാ കൊല്ലം പരീക്ഷ എഴുതുന്ന പോലും നമുക്ക് കൃത്യമായിട്ടൊരു ബോധം ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ അങ്ങനെ പേടിക്കേണ്ട, നന്നായിട്ട് പെർഫോം ചെയ്യുക. മൈ ബെസ്റ്റ് വിഷസ്, കൺഗ്രാജുലേഷൻ ടു JCI പഴശ്ശി ആൻഡ് ദിലീപ്, ദ സോൺ വൈസ് പ്രസിഡന്റ്, ഓൾ ഓഫ് യു. താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ, താങ്ക് യു. നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ദേ കൻ ആസ്ക്. പെട്ടെന്ന് വേണം.
നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം സാറെ പോലുള്ള ഒരു ട്രെയിനറെ നമുക്ക് ഫസ്റ്റ് സെഷന് കിട്ടിയത് വി ആർ വെരി ഫോർച്ചുനേറ്റ്. സോ കുട്ടികളെ നിങ്ങൾ യൂസ് ചെയ്യുക സാറെ ഈ വിലയേറിയ ടൈം. ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വോട്ട് ഓഫ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിലേക്ക് നീങ്ങാം അല്ലെ? ആയിക്കോട്ടെ, ഒന്നും ഉണ്ടാവില്ല, അവർക്ക് രാവിലെ തന്നെ സ്കൂളിൽ പോകേണ്ട തിരക്കായിരിക്കും. അതെ അതെ. ലീന മാഡം, ലീന മാഡം ഓക്കെ. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നമ്മുടെ ഈ ഫസ്റ്റ് സെക്ഷൻ തന്നെ നല്ല രീതിയിൽ നല്ലൊരു ക്ലാസ്. പഠനം തുടങ്ങി നമ്മളെ പരീക്ഷ ഹാളിലെത്തി പരീക്ഷ കഴിയുന്നത് വരെയുള്ള കാര്യങ്ങൾ, വീട്ടിലെത്തിയിട്ട് ചെയ്യേണ്ട കാര്യം നല്ല രീതിയിൽ നമ്മുടെ ബാമൻ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് നന്ദി സാറിന് വിലപ്പെട്ട സമയം ഈ ഒരു ഇതില്. അതുപോലെ തന്നെ നമ്മളെ പിന്നെ JCIന്റെ സോൺ 19ന്റെ വൈസ് പ്രസിഡന്റ് ദിലീപ് സാർ, പിന്നെ സൈനുദ്ദീൻ സാർ, നമ്മുടെ ഈ സെക്ഷനിൽ പങ്കെടുത്ത നല്ല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നല്ലൊരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. രജനി മാഡം, എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഞാൻ ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സർ സോ മച്ച്. പേരൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. എനിക്കൊരു ഇനിയുള്ള ഡേയ്സ് ഇതുപോലുള്ള മനോഹരമായ സെഷനുകളായിട്ട് ഉണ്ടാവും. എല്ലാ പാരന്റ്സും കുട്ടികളും ഇതേ ടൈം കീപ്പ് ചെയ്യുക. നമുക്ക് ഡെയിലി 24 hours ഒരു ഹാഫ് അവർ നമ്മളുടെ ഒരു സെൽഫ് ബൂസ്റ്റിങ്ങിനും നമ്മുടെ ഇങ്ങനെയുള്ള പിന്നെ നോൺ അക്കാഡമിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ സോൾവ് ചെയ്യാനും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എല്ലാവരെയും ഈ കണ്ടിന്യൂസ് സെഷനിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. നമുക്ക്